ഫ്രഞ്ച് കർവ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദേ നമ്മുടെ ഈ ലൂസ് വരെയുള്ള ഭാഗില്ലേ, അതായത് ബോഡിയിൽ നിന്നെടുത്ത അളവാണ് 7.25 അടയാളപ്പെടുത്തിയേക്കുന്നത്. അതിന്റെ ഇപ്പുറത്ത് 1/2 ഇഞ്ച് നമ്മൾ ലൂസ് കൊടുത്തു. ചിലർ 1/2 ഇഞ്ചാകാം, 1/4 ഇഞ്ചാകാം, 1 ഇഞ്ചാകാം, എത്രയാണോ വെച്ചാൽ അത്രയും ആ ലൂസ് വരെയുള്ള അത്രയും ഭാഗം എന്തോരുണ്ടെന്ന് അളന്ന് നോക്കാം. ഇവിടെ നിങ്ങൾ അളന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 2.25 വരുന്നത്. 2.25 ഇഞ്ചിന്റെ നേർപകുതി എത്രയാണെന്ന് നോക്കാം. 2.25 ഇഞ്ചിന്റെ പകുതി എന്ന് പറയുമ്പോൾ 1.1 ഒക്കെയാണ് വരുന്നത്. 2.25 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 1.12 ഒക്കെയാണ് വരുന്നത്. ആ കിട്ടുന്നത് നമ്മൾ ഈ കോർണർ ഉണ്ടല്ലോ, ഈ പോയിന്റിന് ഇങ്ങോട്ടേക്ക് വേണ്ട, ഇങ്ങോട്ടേക്ക് 1.1 വേണ്ട, കറക്റ്റ് ആയിട്ട് വരുമ്പോൾ കിട്ടുന്ന മനസ്സിലാവുന്നുണ്ട? ഇല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോ ഫ്രഞ്ച് കർവ് ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആം റൗണ്ട് അടയാളപ്പെടുത്തണ്ടേ? അതെങ്ങനെ അടയാളപ്പെടുത്തും? നമ്മളുടെ ഇവിടെ നിന്നുള്ളത് ചെസ്റ്റ് ആണ് നമുക്കിവിടെ കിട്ടിയത് 7.25. ഈ 7.25 കഴിഞ്ഞ് നമ്മൾ ലൂസ് എത്രയാണോ കൊടുത്തേക്കുന്നത്, ചിലർ 1/2 ഇഞ്ചാകാം, ചിലർ 1/4 ഇഞ്ചാകാം, ചിലപ്പോൾ 1 ഇഞ്ചാകാം, എത്രയാണോ ലൂസ് കൊടുത്തേക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം തയ്യൽ തുമ്പ് എടുക്കേണ്ട ആവശ്യമില്ല. ലൂസ് വരെ ഉള്ളത് എന്തോരം ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. ഇത് ഈ കോർണറിൽ നിന്ന് ഇവിടത്തോളം വരുന്ന അളന്ന് നോക്കാം. 2.25 വരുന്നത്, അല്ലെ? 2.25 നേർപകുതി എടുക്കാം. 2.25 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 1.12 കിട്ടുന്നത്. ആ 1.1, അതായത് 1 ഇഞ്ചും 1 പോയിന്റും വരത്തക്ക രീതിയിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താം. ഈ കോർണറിന് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താം. കണ്ടാ, നമ്മളിപ്പോ ഫ്രഞ്ച് കർവ് വെച്ച് വരച്ചേക്കുന്നതും നമ്മൾ എടുത്ത അളവ് വെച്ച് വരുന്നതും കറക്റ്റ് ഒരേ പോയിന്റ് ആണ്. കണ്ടാ, ഇവിടെയാണ് ആ പോയിന്റ് വരുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് ഈ മിഡ് പോയിന്റിൽ നിന്നും ഈ ഇപ്പൊ കിട്ടിയേക്കണ ഈ പോയിന്റും നമ്മുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ അളവിലെ അത് തമ്മിൽ ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കാം. ഉണ്ടാ, വരയ്ക്കുമ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത ആ അളവിലേക്ക് വേണം വരച്ച് വന്നിട്ട് വേണം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകാനായിട്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.